66 ഇഞ്ചാണ്. അത് നമ്മുടെ 66 ഇഞ്ചിന്റെ ഒരു പീസ് ഉണ്ടായിരുന്ന കാരണം നമ്മൾ 66 ഇഞ്ച് എടുത്തു. നമ്മൾ 5 അടി 5.5 അടി ഉണ്ട്. 5.5 അടി നീളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ആ നീളം എടുത്തിട്ട് അതിപ്പോൾ ചിലപ്പോൾ 4 അടിക്കുള്ളവർക്ക് 4 അടി എടുക്കാം, 5 അടിക്കുള്ളവർ 5 അടി എടുക്കാം, എങ്ങനെയാണെങ്കിൽ എടുക്കാം. നമുക്കിപ്പോൾ 66 ഇഞ്ച് നീളമുള്ള കാരണം നമ്മളത് 66 ഇഞ്ച് കളയാണ്ട് 66 ഇഞ്ചിന് എടുത്തു. അത് തുളച്ചിറക്കാനായിട്ട് മുകളിൽ വരുന്ന റീപ്പർ അത് തുളച്ചിറക്കാനായിട്ട് നമ്മൾ തുളയ്ക്കുമ്പോൾ ഈ തെറ്റത്താഞ്ച് പൊട്ടി പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് നീക്കിയിട്ടിട്ട് മുകളിൽ വരുന്ന ഫ്രെയിമിൻ്റെ റീപ്പറിനെ തുളച്ചിടാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഹോളും അതിനുള്ളൊരു ലൂസ് ഇട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളിത് കാല് ഫിറ്റ് ചെയ്യണത്. ഇതിൻ്റെ ഇപ്പുറത്ത് ഫിറ്റ് ചെയ്യണവരുണ്ട്, ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളപ്പുറത്തിട്ടിട്ട് കാലറ്റത്ത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അതോ നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഫിറ്റ് ചെയ്യാം. നമുക്കത് ഇത് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല നീളങ്ങളും കാര്യങ്ങളും എടുക്കുമ്പോൾ ഈ മൊത്തം കാലിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 66 ഇഞ്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 33 ഇഞ്ച് നമ്മൾ സെൻറ്റർ വരച്ചിട്ട് അപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തേക്കും വയ്ക്കാം. 3 ഇഞ്ച് ഹോളാണ്, 3 ഇഞ്ച് സ്പേസ് ആണ് വരുന്നത്. അവിടുന്ന് 3 ഇഞ്ച് വെച്ച് അപ്പുറത്തേക്ക് ആ സൈഡ് വരെ നമ്മൾ 3 ഇഞ്ച് വരയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്റർ എടുത്ത് ഇപ്പുറത്തേക്ക് 1.5 ഇഞ്ച് വരച്ച് 3 ഇഞ്ചിൻ്റെ ഇപ്പുറത്തുനിന്ന് 3 ഇഞ്ച് അപ്പുറത്തെ സൈഡിലേക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലയ്ക്കുന്ന് 1.5 ഇഞ്ച് വയ്ക്കുക, 1.5 ഇഞ്ച് അളവ് വയ്ക്കുക. അത് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ 1 ഇഞ്ചായാലും മതി, 1.5 ഇഞ്ചായാലും ആ തല തുളയ്ക്കുമ്പോൾ അവിടുന്ന് നമ്മൾ എടുക്കുമ്പോഴും വരുമ്പോഴും തട്ടുമ്പോൾ പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഒരു 1.5 ഇഞ്ച് നീക്കിയിട്ട് അപ്പോൾ ഒരു പിടുത്തം ഉണ്ടാവും. 1.5 ഇഞ്ച് നീക്കിയിട്ട് അവിടെ തുളയ്ക്കുക. അതിൻ്റെ നമ്മളെടുത്തേക്കണത് 2 ഇഞ്ച് വീതി. നമ്മളെടുത്തേക്കണത് 2 ഇഞ്ച് മിനിമം 2 ഇഞ്ചെങ്കിൽ വേണം. കാരണം 6 ഇഞ്ച് വിട്ടിട്ടില്ല നമ്മൾ ഹോൾ ഇടണം. 2 ഇഞ്ചെങ്കിൽ വേണം. ഇതുമ്മ സെന്ററിലാണ് ഹോൾ ഇടുന്നത്. അത് കാരണം കുഴപ്പമില്ല. ഈ 1.5 ഇഞ്ച് ഇത് 1.25 ഇഞ്ച് ഉണ്ട് നമുക്ക്. ഇതിന്റെ കനം വീതി 2 ഇഞ്ച് ഉണ്ട്. അതിന്റെ കാല് 4 കാലുണ്ടാവും. 4 കാലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 അടിയാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് സാമാക്കി വെക്കാം. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ബലം കുറയുള്ളൂ. അത് കാരണം നമ്മൾ ഇതിങ്ങനെ നേരിട്ട് നമ്മൾ ഇതിങ്ങനെ വെക്കുകയാണ്. അപ്പൊ 4 കാല് ഇപ്പൊ 1.25 ഇഞ്ചിന്റെ സ്ക്വയർ കാലാണ്. ഇത്രയും കാല് ഈ കാലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ഇത്രയും കനം നമുക്ക് വേണമെന്നില്ല. ഇത്രയും കനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കട്ട ഇങ്ങനെ അടിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സീറ്റിങ്ങിന് ഇങ്ങനെ അടിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഈ കനുള്ള നിലയ്ക്ക് വേണ്ട, എന്നാലും ഞാനൊരു ഇതിനകത്ത് വെക്കേണ്ടത് മാത്രം. ഇനി ശരിക്കും ഇത്ര കനം ഇടില്ല, നമ്മുടെ ഉള്ള കാരണം നമ്മളത് ഇട്ടുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ വെട്ടി ഇങ്ങനെ കറക്റ്റ് നമുക്കിങ്ങനെ പിടിപ്പിക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ബോൾട്ട് ഇടും. കാലിനിതിൽ തുളച്ച് ഇതിൽ കറക്റ്റായിട്ട് ബോൾട്ട് ഇട്ട് നമ്മളതിൽ സെറ്റ് ചെയ്ത് നിർത്തും. 4 കാല് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല, നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. അപ്പോൾ എന്തായാലും ഇടയിൽ ഇതൊക്കെ സ്പീഡിൽ കാണിക്കുന്ന ഭാഗത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. നമ്മൾ ആരിക്കോട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇത് പ്ലാവിൻ്റെ മരമാണ് കേട്ടോ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡിൽ ചെറിയ പടി വയ്ക്കാനുള്ള ഹോളാണ് ഈ ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ പടിയുടെ വീതി എന്ന് പറയുന്നത് ഒരു 1.5 ഇഞ്ചാണ്. നീളം ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ആ ഒരു കണക്കിന് എടുക്കുക. എന്നിട്ട് അത് ഈസി ആയിട്ട് കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് ഈ 2 സൈഡിലും ഹോളിട്ട് വയ്ക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല, പറയാൻ പറ്റും. ഈ ഒരു അളവാണ് 1.5 ഇഞ്ചാണ് ഈ ഒരു പടിയുടെ നമ്മളിപ്പോൾ ഈ ഹോളിലൂടെ ഇടുന്ന ഇതിൻ്റെ നീളം. ഇത് ചെറിയ ഫ്രെയിമിലെ ചെറിയ പലക. ചെറിയത് നമ്മൾ ടോപ്പിൽ ക്രോസ് വയ്ക്കുന്ന പടിയാണത്. അത് 4 അടിയാണ് ഇതിൻ്റെ നീളം. ഇഞ്ച് പറയും 4 അടി 48 ഇഞ്ചാണ് നീളം. 49 ഇഞ്ചുണ്ട്, ഞാൻ കിട്ടുന്ന നീളം വെച്ചെന്നുള്ളൂ. 49 ഇഞ്ചുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തം സെൻറ്റർ കറക്റ്റ് സെൻറ്റർ ഭാഗം എടുക്കുക. നമ്മൾ സെൻറ്റർ ഭാഗം എടുത്തിട്ട് അവിടുന്ന് അപ്പുറത്തേക്ക് വെച്ച് 1.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പുറത്തേക്ക് 3/4 ഹോളിൻ്റെ വീതി വരുന്നത്. അപ്പുറത്തേക്ക് 3/4 ഇഞ്ച് വെച്ചാൽ 1.5 ഇഞ്ചായി. പിന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സെൻറ്റർ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തുല്യ അളവ് കിട്ടും. നമ്മളല്ലെങ്കിൽ കറക്റ്റ് ഭാഗിക്കാനൊക്കെ നിൽക്കണം. ഇതാകുമ്പോൾ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് വെച്ചാൽ കറക്റ്റ് അപ്പുറത്തും കറക്റ്റ് ഇപ്പുറത്തും കിട്ടും. ബാലൻസ് വരുന്ന കുറച്ച് സ്പേസ് അവിടെ കിടന്നാലും കുഴപ്പമില്ല.
നമുക്ക് കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് തുല്യാക്കി 1.5 കണക്കാക്കാനൊക്കെ നിൽക്കണം, കണക്ക് കൂട്ടാനൊക്കെ നിൽക്കണം. കണക്ക് കൂട്ടിയിട്ട് തുല്യാക്കി അതിനെ ഭാഗിച്ചിട്ട് വേണം ഫുള്ള് വരയ്ക്കാൻ. ഇതാകുമ്പോ കുഴപ്പമില്ല, ഇങ്ങോട്ട് 1.5 വെക്കുക. അത് നമ്മൾ എടുക്കണത് ഇപ്പൊ ഇത് ഞാൻ എടുത്ത് 49 ഇഞ്ചാണ്. അതിപ്പോ 5 അടി ആയാലും 4 അടി ആയാലും 3 അടി ആയാലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി. കിട്ടുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുത് വേണമെങ്കിൽ ചെറുത് ചെയ്യാം, വലുത് വേണമെങ്കിൽ വലുത് ചെയ്യാം. എങ്ങനെ ചെയ്യുമ്പോഴും ഇത് ഭാഗിക്കാനായിട്ട് ഇതിനെ തുല്യാക്കാനായിട്ട് ഒരു തലയ്ക്കൊന്ന് നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് സെന്റർ എടുത്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 1.5 ഇഞ്ച് വെച്ച് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഇങ്ങനെ ചെയ്യാം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 1.5 ഇഞ്ച് എടുത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അളവുകളൊക്കെ ഈ ഒരു ഹോളിൻ്റെ ഗ്യാപ്പുകളൊക്കെ നമുക്ക് ഏതിലാണെങ്കിലും സെയിം തന്നെയായിരിക്കും. പക്ഷെ മരത്തിൻ്റെ നീളം നമുക്ക് കിട്ടാനനുസരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 3 അടി 4 അടി 6 അടി 5 അടി 5.5 അടി അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ കിട്ടുന്ന ഒരളവിൽ അത്ര ചെറുതും അല്ല അത്ര വലുതും അല്ല, അത്ര രീതിയിൽ നമ്മൾ ചെയ്തു വിടണമെന്ന് മാത്രം കേട്ടോ. പരമാവധി പറ്റുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ ചെയ്തതിനനുസരിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ ചെറിയ പടിയുടെ 2 എണ്ണം ഉണ്ടാവും. അതിലടുത്തതും കൂടി നമ്മൾ നേരത്തെ വരച്ച സെയിം അളവിൽ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈസ് ഇട്ടിട്ട് ജസ്റ്റ് ഒരുമിച്ച് വെച്ച് ക്ലാമ്പ് ഇട്ടിട്ട് ഒരു ലെവലിലേക്ക് വെച്ചു, നീങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ ഇതിലേക്കും പകർത്താം. അത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് അത്യാവശ്യം ഇങ്ങനെ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഫർണിച്ചറിൻ്റെ പണിയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അറിയാമല്ലോ. പക്ഷെ നമ്മളിത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ ഇതിനെപ്പറ്റി ഒരുപാട് ഇങ്ങനെ വീഡിയോസൊന്നും മേക്ക് ചെയ്യാനതിനെ പറ്റി ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടില്ല. മലയാളത്തിൽ തീരെയും ഞാൻ കണ്ടില്ല. ഉണ്ടാക്കിയതിന് ശേഷമുള്ള അതിൻ്റെ ഡീറ്റെയിൽസും അളവുകളൊക്കെ നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ തമിഴ് വീഡിയോസിലാണ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് നീക്കിയിട്ട് ജസ്റ്റ് ഒരു അടയാളം ലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലൂടെ നമുക്ക് ഒരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച്, അതാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്തായിരിക്കും നമ്മൾ ഹോളിടുക. നമുക്ക് ചെയ്യുമ്പോൾ കാണാം. ചെറിയ പടി 2 എണ്ണം, അതിലൊരെണ്ണത്തിൽ നമ്മൾ ഹോളുകൾ ഇടാനുള്ള ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിൽ നമ്മൾ വരയ്ക്കാൻ പോകും. അപ്പോൾ നമുക്ക് അളവ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുള്ളത് 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ്. അതായത് ഒരു സൈഡിൽ 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഹോളിട്ട് പോകണം. അതിൻ്റെ ഓപ്പോസിറ്റ് ആ സൈഡിൽ, ഓപ്പോസിറ്റ് അല്ല നേരെയുള്ള ആ സൈഡിൽ ഈ 1.5 ഇഞ്ചിൻ്റെ സെൻറ്റർ നോക്കിയിട്ട്, അതായത് രണ്ടിൻ്റെ നടുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ 1/4 ഇഞ്ച് വരും, ഒരു ഹോളിട്ടിട്ട് പോകണം. അങ്ങനെ ത്രികോണം പോലെയാണ് നമ്മൾ ഹോളിട്ടിട്ട് ഇതിൽ പോണത്. അതിനുള്ള മെഷർമെൻറ്റാണ് എടുത്ത് വെച്ചിരുന്നത്. ഇതിപ്പോൾ ഓരോ വരി 1/4 ഇഞ്ച് വെച്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ 1.5 ഇഞ്ചാണ്. ഇതിൻ്റെ സെൻറ്ററും കൂടി നമുക്ക് കറക്റ്റ് അളവിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് എടുത്ത് വെക്കണം. ഇത് നമ്മൾ ഇത് 1.5 ഇഞ്ച് വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സെൻറ്ററും കൂടി മാർക്ക് ചെയ്ത് 1/4 ഇഞ്ച് കൂടി വരച്ച് നമ്മൾ ഹോളിടാനാണ് പോണത്. ഇനി നമ്മുടെ പരിപാടികൾക്ക്, അതായത് നമ്മൾ ഇനി മെഷർമെൻ്റ് എല്ലാം നമ്മൾ എടുത്തു വെച്ചു. ഇനി ഇതിനനുസരിച്ച് നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വലിയ വീതിയുള്ള വണ്ണമുള്ള 2 ഇഞ്ച് എന്ന് പറഞ്ഞ മെയിൻ 2 പലകയിലാണ് നമ്മൾ ആദ്യം ഹോളിടുന്നത്. 3 ഇഞ്ച് ക്യാപ്പിൽ ഇത്തിരി വലിയ ഹോൾ, അതായത് വലിയ ത്രെഡ് നമുക്ക് 2 ട്രിപ്പ് നമുക്ക് ഈ ഒരു ഹോളിലൂടെ പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തിരി വലിയ ഹോളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന രീതി മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് നേരെ തുളയ്ക്കല്ല ചെയ്യുന്നത്. അതാണ് അപ്പുറം ഇങ്ങനെ നോക്കണത് കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ ചെയ്യുന്നവരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് സെൻറ്ററിന് വരെ ഒരു അളവിന് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് നമ്മൾ തുളയ്ക്കേണ്ടത്, മറിച്ചും തിരിച്ചും വെച്ചിട്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവരൊരു ടെക്നിക്ക്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് തുളയ്ക്കുകയോ അപ്പുറത്തും തുളയ്ക്കുകയോ വീതി കൂടുതലായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഹോളിന് ചെരിവ് വരാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഹാഫ് പാത്രം തുളച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ മെഷർമെൻറ്റ് ഇട്ടൊന്ന് ഹാഫായിട്ട് അതിലേക്ക് വന്ന് സെയിം ഹോൾ തന്നെ ഇട്ട് നമ്മൾ വയ്ക്കുന്നു കേട്ടോ.
ഇതിന് എന്താ പറയുക, ഇത് നമ്മൾ റേറ്റ് അന്വേഷിച്ചപ്പോൾ 3000 രൂപയുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്, 2600 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇത്ര ലെങ്ത് ഉള്ളതിനല്ല കേട്ടോ പറയണത്. പിന്നെ അതിൻ്റെ മരവും കാര്യങ്ങളും നമുക്കത്ര ചില ചിഹ്നലുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ചേട്ടനിതാണ് നമ്മൾക്ക് ഫർണിച്ചറിൻ്റെ പണിയാണ്, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എന്ന ആൾക്കിത് കണ്ടപ്പോൾ കുഴപ്പമില്ല, ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കുറച്ച് തമിഴ് വീഡിയോസൊക്കെ കിട്ടും. ഇതിൻ്റെ മെഷർമെൻറ്റ്സ്, ആര്യക്കോട്ടിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ആയിട്ട് നമ്മൾ അല്ലാതെ വേറെ നമുക്കൊരു ഐഡിയ കിട്ടില്ല കേട്ടോ. അതായത് നമുക്ക് പണിയുന്ന ഒരു വീഡിയോ, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കറക്റ്റായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല, മലയാളത്തിൽ ഒട്ടുപോലും കിട്ടിയില്ല. പക്ഷെ മെഷർമെൻറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കണക്കിന് നമുക്ക് കിട്ടിയ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മളുടെ ഒരു ഐഡിയയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എന്താ പറയുക, സ്റ്റാൻഡൊക്കെ പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് വീഡിയോ വേണമെങ്കിൽ പറയാം. അതായത് ഒരുപാട് വീഡിയോസ് അതിനെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇനി അഥവാ നിങ്ങൾക്കത് നമ്മൾ ചെയ്യുന്ന രീതി കാണണമെന്നുണ്ടെങ്കിൽ, ഞാനായാലും ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെ തന്നെയാണ് പലരും ചെയ്തിട്ടുള്ള ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മളും ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇത്തരം എന്തെങ്കിലും ഹോളിടാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതുള്ളൂ. അത്യാവശ്യം അതായത് നമ്മുടെ ഒരു മരം എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അറുത്ത് വെച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ആ ഒരു രീതിയിലാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്കിത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ വന്നു. വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഈ മെഷർമെൻറ്റ്സ് ആണ് അറിയേണ്ടത്. അതായത് ഹോൾ ഇടുന്നതും എത്ര വീതി വേണം, എത്ര നീളം വേണം, നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് ക്ലോത്ത് അതിൽ കോർത്ത് കൊടുക്കാനും നൂല് കോർത്ത് കൊടുക്കാനൊക്കെയുള്ള ആ ഒരു അളവുകളാണ് നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടത്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെയ്യുന്ന വീഡിയോ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇത് നമുക്ക് ഈ പണി ചെയ്യുന്നവർക്ക് കണ്ടാൽ അറിയാവുന്ന രീതിയിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഒരുപാട് ലാഗായിട്ടല്ല, ഒരു 10-16 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം ഇത്തിരി സമയം എടുക്കുന്ന കാര്യമാണ്. എങ്കിലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതായത് ഒരുപാട് ലാഗാക്കണ്ട. നമുക്ക് ഐഡിയ ഉള്ളവർക്ക് ഇത് കണ്ടാൽ എന്തായാലും മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് പോലും മനസ്സിലായി. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് എന്തായാലും ഇതൊരു ഐഡിയ. അതായത് എൻ്റെ ഹസ്ബൻഡിനായാലും നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ ഒരു കറക്റ്റ് മേക്കിംഗ് വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി കൂടെ ഹെൽപ്പായിട്ട് നമുക്ക് അതിൽ കറക്റ്റായി പറഞ്ഞ മെഷർമെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു രീതിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമായിരുന്നു എന്ന് തോന്നി. ഇത് പലരും ഒത്തിരി ക്ലിയറിലല്ല അങ്ങനെ നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ ഒരു ഐഡിയയും കണ്ടിട്ടുള്ളൊരു ഐഡിയയും വെച്ചിട്ട് നമ്മളങ്ങോട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പലരെയും പലതരം അരിക്കോട്ടുകളുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തെടുത്തു. അങ്ങനെ അടിപൊളിയായിട്ട് നമുക്കൊരു അരിക്കോട്ട് കിട്ടി. ഇതൊന്ന് എന്താ പറയുക, സാൻഡറൊക്കെ അടിച്ച്, സാൻഡർ അടിക്കാന്നാണ് പറയുക. അതായത് ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത രീതിക്ക് സ്ക്വയർ ആയിട്ടല്ലേ കൂർത്തട്ടല്ലേ നിൽക്കുന്നത്, അതൊക്കെ ഒന്ന് മിനുസാക്കി ഉരുട്ടിയൊക്കെ ഒന്ന് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് ഭംഗിയാക്കി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് നിങ്ങൾക്കിത് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് ദയവ് ചെയ്ത് കമൻറ്റിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഞാൻ സ്പീഡിൽ ഓടിച്ച് കാണിക്കുന്നു എന്നുള്ളൂ. അതേപോലെ തന്നെ 2 പീസ് വേണമല്ലോ നമുക്ക്, മെയിനായിട്ടുള്ള ആ ഒരു ഹോള് ത്രെഡ് ചുറ്റി കൊടുക്കുന്ന ഭാഗം 2 എണ്ണം വേണം. ചെറിയ പടിയും വലിയ പടിയും 2 എണ്ണം വേണം. അപ്പോൾ അതിനുള്ള ഹോളുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ നൂല് കോർക്കുന്ന മെഷർമെൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ആര്യവർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം, ചെയ്യാൻ ആളുണ്ട് ആണെന്നുള്ളവർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലും വരിക. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മളും പിന്നീടും കാണുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയെന്നുണ്ടെങ്കിലും നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കൊന്നും നഷ്ടമില്ല, എന്നാൽ എനിക്കൊരുപാട് ലാഭമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ
ഇത് ചെറിയ പടിയാണ്, ഞാൻ പറഞ്ഞു ത്രികോണം പോലെ. ശരിക്കും ഓരോ ഹോളുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. ഒരു നിരയിലുള്ള ഹോള് തമ്മിലുള്ള ഗ്യാപ്പ് 1.5 ഇഞ്ച്, ഒരു നിരയിലുള്ള ഹോള് തമ്മിലുള്ള ഗ്യാപ്പ് 1.5 ഇഞ്ച്. അങ്ങനെ നേരത്തെ മെഷർമെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാണുമ്പോൾ ഇങ്ങനെ വരും. ത്രികോണം പോലെ 3/4 ഇഞ്ച് ഗ്യാപ്പിലാണ് ശരിക്ക് ഓരോ ഹോളും വരുന്നത്. ഒരു സൈഡ് അളക്കാണെങ്കിൽ 1.5 ഇഞ്ച് ഒരു വശം കേട്ടോ, ഒരരിക്. അതിനുശേഷം നമ്മൾ അതിനൊരു 4 കാല് വേണമല്ലോ നമുക്കതിന് സപ്പോർട്ടിന്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് അത്യാവശ്യം ഇത് വണ്ണുള്ള കാലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹെവി ആയിട്ട് തന്നെയാണ്, ഒത്തിരി വെയിറ്റിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് വളരെ കനം കുറഞ്ഞൊരു മരമല്ല, എന്നാൽ നമുക്ക് പൊക്കിയെടുക്കാനും ഞാൻ തന്നെയാണ് ഇത് പൊക്കിയതും കൊണ്ടുവന്നതൊക്കെ നോക്കിയതും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ 4 കാലും ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് സെൻറ്റർ അടിച്ച് മിനുസാക്കി അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് ഹാപ്പി ആയി, കാരണം ഞാൻ ഷോപ്പിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു വർക്കിൻ്റെ ഒരു ഫിനിഷിംഗ് അല്ല ഇത് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു. ആ ഒരു റേറ്റ് കൊടുത്ത് നമ്മളത് വാങ്ങിയിരുന്നെങ്കിലും അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ലാസ്റ്റിങ്, അതായത് അത്രയ്ക്ക് അങ്ങോട്ട് ഗുണമില്ലാത്തൊരു മരത്തിലോ എന്തോ ചെയ്ത പോലെയായിരുന്നു. ചേട്ടന് ഈ പണി ആയതുകൊണ്ട് ആൾക്കത് കണ്ടപ്പോഴും മനസ്സിലായി നമ്മൾക്ക് എന്തെങ്കിലും മരത്തിന് എന്തെങ്കിലും കേടുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും എന്താ പറയുക നീറ്റാക്കാനൊക്കെ പറ്റും. അതൊന്നും ചെയ്യാതെയാണ് അവിടെ കിടക്കണ്ടായിരുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.